ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വീണ്ടെടുപ്പു നാടേറ്റമടുത്തുപോയി എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ നാളുകൾ കഴിച്ചിടും ഞാനീ വരുവിൽ നാളുകൾ കഴിച്ചിടും ഞാനീ വരുവിൽ എൻ വീണ്ടെടുപ്പു നാടേറ്റമടുത്തുപോയി എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. മാറാജലം ഞാൻ കുടിച്ചിടിലും മാറാജലം ഞാൻ കുടിച്ചിടിലും കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും മാധുര്യമേറിയിടുന്ന നിൻ വചനം മാധുര്യമേറിയിടുന്ന നിൻ വചനം എന്നാവിനവ അതിമധുരം തന്നെ എന്നാവിനവ അതിമധുരം തന്നെ എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തുപോയി എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. മരണയോർദാനെനിക്കെതിർപ്പെടുമ്പോൾ മരണത്തെ ജയിച്ചവനനുദിനവും മരണത്തെ ജയിച്ചവനനുദിനവും മാറാത്തവനായി എനിക്കുള്ളതിനാൽ മാറാത്തവനായി എനിക്കുള്ളതിനാൽ ഹല്ലേലൂയ പാടും ഞാൻ ആ നിമിഷം ഹല്ലേലൂയ പാടും ഞാൻ ആ നിമിഷം എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തുപോയി എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. നിത്യമഹത്വത്തിൻ വാസമൊത്താൻ നിത്യമഹത്വത്തിൻ വാസമൊത്താൻ ആ സന്തോഷമെന്നുള്ളിൽ തിങ്ങിടുന്നു ആ സന്തോഷമെന്നുള്ളിൽ തിങ്ങിടുന്നു. മനോവേലനെ നിനക്കെന്തും ചെയ്യുവാൻ മനോവേലനെ നിനക്കെന്തും ചെയ്യുവാൻ ഒരുങ്ങി നിന്നിടും ഞാൻ അന്ത്യം വരെ ഒരുങ്ങി നിന്നിടും ഞാൻ അന്ത്യം വരെ എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തുപോയി എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു.
യാത്ര ചെയ്യും. എന്നെണ്ണി ഞാൻ മുൻപോട്ടു യാത്ര ചെയ്യും. ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും. ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും. പാട്ടി പുകട്ടിയിടുന്ന പുതുഗാനങ്ങൾ, പാട്ടി പുകട്ടിയിടുന്ന പുതുഗാനങ്ങൾ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തു പോയി. എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ജീവനുള്ള ദൈവം മനുഷ്യൻ്റെ ഓരോ പ്രശ്നങ്ങളിൽ ഇടപെട്ട്, അവൻ്റെ സങ്കടങ്ങളിൽ ഇടപെട്ട്, അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി അവനെ ദൈവത്തോട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവൻ്റെ ആകുലങ്ങൾക്ക് പരിഹാരം വന്നു, അവൻ്റെ ആശങ്കകൾക്ക് പരിഹാരം വന്നു, അവൻ്റെ പാപത്തിന് പരിഹാരം വന്നു, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പാപം ഒഴുകുന്ന അവസ്ഥയ്ക്ക് പരിഹാരം വന്നു. ഇതാണ് പുതിയ സൃഷ്ടി. ജീവനുള്ള ദൈവം ഹീസ് മോൾഡിങ് മീ, സോൾവിങ് ഓൾ മൈ വറീസ് ആൻഡ് സിൻസ്. എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ മാറ്റി, എൻ്റെ ഹൃദയത്തിൻ്റെ സങ്കടങ്ങൾ മാറ്റി, എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്വാഭാവികമായി വരുന്ന പാപങ്ങൾ മാറ്റി ദൈവം എന്നെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉത്തരവാദിത്തമാണ് ദൈവത്തോട് നിരപ്പായി പോവുക എന്നുള്ളത്, ദൈവത്തോട് നിരപ്പായി ജീവിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, പുതിയതാക്കുന്ന ഒരു ദൈവം, സമാധാനം വരുത്തുന്ന ഒരു ദൈവം. ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ ചരിത്രം വേദപുസ്തകത്തിലെ 2-ാമത്തെ പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യഹോവ മോശയോടും അഹ്റോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളിച്ചെയ്തെന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അവരുടെ കാലക്രമമങ്ങ് മാറ്റി ദൈവം ഇസ്രായേൽ ജനത്തെ ദൈവം ഒരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിന് ദൈവം ചെയ്ത 1-ാമത്തെ കാര്യമാണ് അവരുടെ കാലക്രമമങ്ങ് മാറ്റി. ഏതാണ്ട് 4 മാസത്തോളം കഴിഞ്ഞപ്പോൾ, വർഷം ആരംഭിച്ച് 4 മാസം കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, ഈ 4 മാസം അതുവരെ ഉണ്ടായിരുന്ന 4-ാമത്തെ മാസമാണ് ഇനി നിങ്ങളുടെ ആണ്ടിൻ്റെ ആരംഭത്തിലെ മാസമെന്ന്. കാലം ആ ക്രമമങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതുതന്നെയാണ് ദൈവം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തുന്നു. അതുവരെ ഇസ്രായേൽ മക്കൾക്ക് ഇറച്ചിക്കലങ്ങളുടെ അടുത്തിരുന്ന അനുഭവമുണ്ട്, മിസ്രൈമിലെ ഇഷ്ടികച്ചൂളയിൽ പണിയെടുത്ത അനുഭവമുണ്ട്. എന്നാൽ ആ പുറപ്പാടിൻ്റെ കാലത്ത് ദൈവം പറഞ്ഞു അവരെ ഒരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്താണ് ആ പുതിയ അനുഭവം? പെസഹ കുഞ്ഞാടെന്ന് പറയുന്ന ഒരു കുഞ്ഞാടുമായിട്ട് അവരുടെ ജീവിതത്തെ പിതാവായ ദൈവം അങ്ങ് ബന്ധിപ്പിച്ചു. ആ പെസഹ കുഞ്ഞാടിനെ അറുക്കണം. ആ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം അവരുടെ ഭവനത്തിൻ്റെ കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണം. ഇനി ആ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ്, ആ ബന്ധമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവി എന്ന് ദൈവം അവരെ വ്യക്തമായി പഠിപ്പിച്ചു. അതുവരെ ഇഷ്ടികച്ചൂളയിൽ പണിയെടുത്ത കാര്യങ്ങളും ഇറച്ചിക്കലത്തിൽ നിന്ന് ഭക്ഷിച്ച കാര്യങ്ങളും മാത്രമേ അവർക്ക് ബോധമുള്ളൂ. ഇപ്പോൾ അവരെ പുതിയതായ ഒരു പാഠം പഠിപ്പിക്കുന്നു, ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നു. ആരുമായിട്ടാണ് ബന്ധമുണ്ടാകുന്നത്? പെസഹ കുഞ്ഞാടെന്ന് പറയുന്ന അറുക്കപ്പെട്ട കുഞ്ഞാട്. ആ കുഞ്ഞാടിൻ്റെ രക്തവുമായിട്ട് അവരെ പിതാവായ ദൈവം ബന്ധിപ്പിക്കുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. ആ രക്തമാണ് അവരുടെ ഇനിയുള്ള ജീവിതത്തിൻ്റെ അടയാളമായിട്ട്. ആ രക്തം കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും അവർ പുരട്ടണമെന്നാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായ യേശുവിൻ്റെ ആ വിലയേറിയ വചനത്തിൻ്റെ ശക്തി, ആ രക്തം, യേശുവിൻ്റെ രക്തം അതെന്നെ വിലയ്ക്ക് മേടിക്കുന്നു, അതെൻ്റെ പാപം കഴുകുന്നു, ആ രക്തം എന്നെ ശുദ്ധീകരിക്കുന്നു, ആ രക്തം എനിക്ക് നിർണയം തരുന്നു, എനിക്ക് രക്ഷാ നിർണയം തരുന്നു. ഈ
അനുഭവത്തിലേക്കല്ല മനുഷ്യൻ വരുമ്പോഴാണ് അവൻ പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നാം സ്കൂളിൽ പരീക്ഷ എഴുതിയ കാലം മുതൽ നാം കേട്ടുപഠിച്ചതായ ഒരു കാര്യമുണ്ട്. എളുപ്പമുള്ളത് ആദ്യം പറയുക, എളുപ്പമുള്ളത് ആദ്യം എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആദ്യം ആൻസർ ചെയ്യുക, അതിനുശേഷം പ്രയാസമുള്ളത് ആൻസർ ചെയ്യുക. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ അതല്ല വഴി. ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവായ യേശുവിൻ്റെ വചനം നാം വായിക്കുമ്പോൾ 6-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 60-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. കർത്താവായ യേശു വചനം പറയുമ്പോൾ തന്നെ സാധാരണക്കാരോടാണ് പറയുന്നത്. സാധാരണക്കാരോട് പറയുമ്പോൾ തന്നെ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഹാർഡാണ്. കർത്താവിൻ്റെ ഉപദേശം ഹാർഡാണ്. അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഇത് ആർക്ക് കഴിയുമെന്നാണ് ജനം ചോദിച്ചത്. എൻ്റെ 55-ാമത്തെ വാക്യം വായിക്കാം. 55-ാമത്തെ വാക്യം. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? സഹോദരങ്ങളെ, തിയോളജി ഒന്നും പറയാനായിട്ടല്ല, എങ്കിലും വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നതായ പരിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് വിലയുണ്ട്. എപ്പോഴാണ് വിലയുണ്ടാകുന്നത്? കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നതിന് വിലയുണ്ടാകുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ വചനമനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അനുസരണം വരണം. അനുസരിച്ച് ജീവിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ അതിന് വിലയുണ്ട് എന്ന് തന്നെ കർത്താവ് പഠിപ്പിക്കുകയാണ്. പക്ഷേ ജനത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത് ഹാർഡ്, ലാഘവമായിട്ടുള്ള വല്ല കാര്യമൊക്കെ ആദ്യം പറ. ഇതായിരിക്കും സ്വതവേ മനുഷ്യൻ്റെ വിചാരവതാണ്. കഠിനമായതൊക്കെ പറയാതെ എളുപ്പമുള്ളത് ആദ്യം പറഞ്ഞു തരിക. എന്നാൽ സുവിശേഷത്തിൽ എളുപ്പമുള്ളതൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ എല്ലാം എളുപ്പമാണ് താനും. കാരണം സുവിശേഷത്തിൽ ഒന്നും നാം ചെയ്യേണ്ടതായിട്ടില്ല. നാം കർത്താവിൽ ആശ്രയിച്ചാൽ മതി. നാം കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി. നാം അവനോട് നിരപ്പായാൽ മതി. നാം അവൻ്റെ വഴിക്ക് വന്നാൽ മതി. എല്ലാ വചനവും, എല്ലാ അനുഭവങ്ങളും, എല്ലാ കൽപ്പനകളും, എല്ലാ പ്രമാണങ്ങളും നമുക്കനുസരിക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം പോലും മനുഷ്യനനുസരിക്കാൻ പറ്റുകയില്ല. പക്ഷേ എല്ലാ കാര്യവും മനുഷ്യന് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിച്ചാൽ മാത്രം മതി. മനുഷ്യൻ ദൈവത്തോട് നിരപ്പാകണം. ദൈവത്തോട് നിരപ്പാകണം. വേദപുസ്തകം പഠിപ്പിക്കുന്നു ഏതെല്ലാം കാര്യത്തിലാണ് നാം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ടത്. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ഏത് കാര്യത്തിലാണ് നാം ദൈവത്തോട് നിരപ്പാകേണ്ടത്? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധിയാണ് നാം ദൈവത്തോട് നിരപ്പാകേണ്ട ഒന്നാമത്തെ സ്വഭാവം. നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധ ജീവിതം. ദൈവം വിശുദ്ധനാണ്. എൻ്റെ ചിന്തകൾ വിശുദ്ധമാകണം. എൻ്റെ ഹൃദയം വിശുദ്ധമാകണം. എൻ്റെ നിരൂപണം വിശുദ്ധമാകണം. എൻ്റെ ഇന്ദ്രിയങ്ങൾ വിശുദ്ധമാകണം. എൻ്റെ അവയവങ്ങൾ വിശുദ്ധമാകണം. എൻ്റെ ബന്ധങ്ങൾ വിശുദ്ധമാകണം. അതാണ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഗോസ്പൽ എന്ന് പറയും. സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ അടിസ്ഥാന പ്രമാണമാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ, യേശു വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധനാകണം. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരാകുവിൻ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അതിനേക്കാൾ ചെറുതൊന്നുമില്ല. അതിനേക്കാൾ കുറഞ്ഞതായ ഒരു സ്റ്റാൻഡേർഡില്ല, ഒരു നിലവാരമില്ല. മനുഷ്യൻ ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. അല്ലാതെ ദൈവം മനുഷ്യൻ്റെ നിലവാരത്തിലേക്ക് വിശുദ്ധിയിൽ താണു വരികയല്ല ചെയ്യുന്നത്. മനുഷ്യൻ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് ഉയർന്നു വരുന്നതായിട്ടാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധിയോട് നാം നിരന്നു വരണം. നാം ദൈവത്തോട് നിരപ്പാകുക എന്ന് പറഞ്ഞാൽ പാപം വിട്ടുള്ളതായ വിശുദ്ധ ജീവിതത്തോട് നാം നിരപ്പാകണം. നമ്മുടെ ഭവനങ്ങളെല്ലാം വിശുദ്ധിയുടെ താവളങ്ങളായിട്ട് മാറണം. നീതിമാൻ്റെ കൂടാരങ്ങളായിട്ട് മാറണം. ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് വായിക്കാൻ സാധിക്കും. കർത്താവായ യേശു സഖായിയുടെ വീട്ടിലേക്ക് ചെന്നു. ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാം. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ഈ വീട് ദൈവത്തോട് നിരപ്പായി.
രക്ഷ വന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നിരപ്പായി. ആ വീട് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. ആ വീട്ടിൽ നിന്ന് പോകേണ്ടത് പോയി, കളയേണ്ടത് കളഞ്ഞു. ആ വീട്ടിൽ നിന്ന് കുറേ സമ്പാദ്യം പുറത്തേക്ക് കളയണമായിരുന്നു, കുറേ പണം പുറത്തേക്ക് പോകണമായിരുന്നു. എങ്കിലേ ആ വീടിന് ദൈവത്തോട് നിരപ്പാകാൻ സാധ്യമായിരുന്നുള്ളൂ. അത് പണത്തിൻ്റെ മാത്രം പ്രശ്നമായിരുന്നില്ല. ആ പണം പുറത്തേക്ക് പോയപ്പോൾ സഖായിയും അവൻ്റെ ഭാര്യയും അവൻ്റെ കുടുംബവും എല്ലാം ദൈവത്തോട് നിരപ്പായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ഭവനങ്ങൾ നിരപ്പില്ലാത്തതിൻ്റെ കാരണം ഇതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ കാണും. അവിടെ കളയേണ്ടതെല്ലാം കളയണം, ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടതെല്ലാം പോകണം. അതെല്ലാം പോകുമ്പോൾ ദൈവത്തോട് നിരപ്പാകും, കുടുംബത്തിലും നിരപ്പ് വരുമെന്നുള്ളതാണ് സത്യം. അങ്ങനെ സഖായിയുടെ ഭവനം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാം. പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. ജീവനുള്ള ദൈവം അന്ന് കായനോട് ചോദിച്ചു, നിന്റെ അനുജനായ ഹാബേൽ എവിടെ? ഇന്ന് ദൈവം എന്നോട് നിങ്ങളോടും ചോദിക്കുന്നു, മോനെ നിന്റെ ഭാര്യ എവിടെ? മോളെ നിന്റെ ഭർത്താവ് എവിടെ? ഊണുമേശയിൽ നിന്റെ ഭാര്യ എവിടെ? കിടപ്പറയിൽ നിന്റെ ഭർത്താവ് എവിടെ? നീ എവിടെ? നിന്റെ അനുജനെവിടെ? നിന്റെ അനുജനെവിടെ? ദൈവം ചോദിക്കുന്നു, നിന്റെ മക്കളെവിടെ? നീ വളർത്തിയ നിന്റെ മക്കളെവിടെ? നിന്നെ വളർത്തിയ നിന്റെ പാരൻസ് എവിടെ? എന്താണ് കായൻ്റെ മറുപടി? ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് പറഞ്ഞാൽ എനിക്ക് അവൻ്റെ കാവൽക്കാരനാകാൻ മനസ്സില്ല, എനിക്കതിൻ്റെ കാവൽക്കാരനാകാൻ മനസ്സില്ല. ഇത് തന്നെയാണ് ഇന്ന് മനുഷ്യൻ്റെ വിഷയം. ഇത് തന്നെയാണ് കൂടെ പാർക്കുന്നവരെ, നമ്മുടെ കൂടെ പാർക്കുന്നവരെ, ജീവിതം പങ്കുവയ്ക്കുന്നവരെ സ്നേഹത്തോടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവരുടെ ആത്മാവിൻ്റെ വേദന കാണാൻ സാധിക്കുന്നില്ല, അവരുടെ അവസ്ഥ കാണാൻ സാധിക്കുന്നില്ല. ഞാൻ എൻ്റെ ഭാര്യയുടെ കാവൽക്കാരനോ, ഞാൻ ഭർത്താവിൻ്റെ കാവൽക്കാരനോ, മക്കളുടെ കാവൽക്കാരനോ എന്ന് പറഞ്ഞാൽ ആരെയും നമുക്ക് ചേർത്ത് പിടിക്കാൻ മനസ്സില്ല. അത് തന്നെയാണ് കായനോട് പറഞ്ഞത്, എൻ്റെ അനുജൻ എവിടെ? ഈ ചോദ്യമെല്ലാം ഇന്നും പ്രസക്തമായൊരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ഭവനങ്ങളിൽ നമുക്ക് ആ ഉത്തരവാദിത്വമുണ്ടോ? നമുക്ക് ആ ഉത്തരവാദിത്വമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഭവനങ്ങളിൽ കുഷ്ഠരോഗം, ഭവനങ്ങളിൽ കുഷ്ഠരോഗം. വേദപുസ്തകത്തിലെ വാക്യമാണ്, ഭവനത്തിൽ കുഷ്ഠരോഗം, നെറ്റിയിൽ കുഷ്ഠരോഗം, ശരീരത്തിൽ കുഷ്ഠരോഗം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലേവ്യ പുസ്തകം 14-ാം അധ്യായം 34-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്ന കനാൻ ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ഞാൻ നിങ്ങൾ അവകാശദേശത്ത് ഒരു വീട്ടിൽ കുഷ്ഠബാധ വരുത്തുമ്പോൾ വീട്ടുടമസ്ഥൻ വന്ന് വീട്ടിൽ കുഷ്ഠലക്ഷണമുള്ള പ്രകാരം എനിക്ക് തോന്നുന്നു എന്ന് പുരോഹിതനെ അറിയിക്കണം. നിന്റെ അനുജൻ എവിടെയെന്ന് കായനോട് ചോദിച്ചു. നമ്മുടെ കൂടെ കാണേണ്ടവരെ നമ്മുടെ കൂടെ കാണുന്നില്ലല്ലോ മോനെ. ഇതാണ് ദൈവം ചോദിച്ചത്. ദൈവമക്കളെ, നമ്മുടെ കൂടെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം നമ്മുടെ കൂടെയുണ്ടോ? അവരോടെല്ലാം നാം നിരപ്പാണോ? അവരോടെല്ലാം നാം സമാധാനത്തിലാണോ? നമ്മുടെ കൂടെ കാണേണ്ടവരെല്ലാം നമ്മുടെ കൂടെയുണ്ടോ? അവരെയെല്ലാം നാം ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നുണ്ടോ? അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കാറുണ്ടോ? ഭവനത്തിന് കുഷ്ഠം, നെറ്റിയിൽ കുഷ്ഠം. അടുത്ത വാക്യം വായിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായം 18-19 വാക്യം വായിക്കാം. ഒരു രാജാവിൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങിയെന്ന് നാം വായിക്കുന്നു. ഊസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്കത്രേ. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മൗനമായിരിക്കില്ല എന്ന് പറഞ്ഞു. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഊസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചു കൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിനരികെ വെച്ച് പുരോഹിതന്മാർ കാണുകെ അവൻ്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. ദൈവമക്കളെ, എവിടെ നിന്നാണ് കുഷ്ഠരോഗം വന്നത്? പെട്ടെന്നൊരു കുഷ്ഠരോഗം വരുന്നു. എവിടെ നിന്നാണത് വന്നത്? ഒരു പകർച്ചവ്യാധിയാണോ? എവിടെ നിന്നാണ് കുഷ്ഠരോഗം വന്നത്?
അത് നിഗളത്തിൽ നിന്ന് വന്നതാണ്. 16-ാമത്തെ വയസ്സിൽ രാജാവായ ഉസിയാവിന് താനൊരു പ്രബലനായും തോന്നിയപ്പോൾ അവന് അഹങ്കാരം വന്നു, അവന് നിഗളം വന്നു. ആ നിഗളം അതിരുവിട്ടു. ആ നിഗളത്തിൻ്റെ പരിധി വിട്ടപ്പോൾ ആ നിഗളം കുഷ്ഠരോഗമായിട്ട് അവൻ്റെ നെറ്റിയിൽ പൊങ്ങി. അവൻ്റെ മരണം വരെയും ആ കുഷ്ഠരോഗം മാറിയില്ല എന്ന് വേദപുസ്തകം വായിച്ചാൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, കുഷ്ഠരോഗം, ശരീരത്തിൽ കുഷ്ഠരോഗമുണ്ട്. ശരീരത്തിൽ കുഷ്ഠരോഗം വന്നാൽ എന്താണ് അവസ്ഥ? ശരീരത്തിലെ കുഷ്ഠരോഗം കൊണ്ട് മനുഷ്യൻ പെട്ടെന്ന് മരിക്കുകയല്ല ചെയ്യുന്നത്. കുഷ്ഠരോഗം മനുഷ്യനിൽ നിന്ന് അകറ്റുന്നു. മനുഷ്യനും തമ്മിൽ അകന്നു പോകുന്നു. വീട്ടിലേക്ക് വരാൻ സാധ്യമല്ല. മനുഷ്യനിൽ നിന്ന് അകറ്റുന്നതാണ് കുഷ്ഠരോഗം. മനുഷ്യനിൽ നിന്ന് അകറ്റുന്നു. അത് ഏത് കാരണം കൊണ്ടാണ്? പാപം അതിൻ്റെ ഒരു ഫലമാണ്. അതുകൊണ്ടാണ് പാപകുഷ്ഠമെന്ന് പറയുന്നത്. പാപം മനുഷ്യനിൽ നിന്ന് അകറ്റിക്കളയുന്നു. കുടുംബങ്ങളിലെ ബന്ധം അകറ്റിക്കളയുന്നു. ഉൽപ്പത്തി പുസ്തകം എടുക്കാം, അതിൻ്റെ 29-ാം അധ്യായം എടുക്കാം, അതിൻ്റെ 31, 32, 33 വാക്യം വായിക്കാം. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. റാഹേലോ മച്ചിയായിരുന്നു. ലേയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എൻ്റെ സങ്കടം കണ്ടു. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവൾ അവനെ രൂപേൻ എന്ന് പേരിട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഭവനത്തിന് കുഷ്ഠരോഗം വരുമെന്ന് ദൈവം പഠിപ്പിച്ചു. ലേവ്യ പുസ്തകം 14-ാം അധ്യായം 34-ാം വാക്യത്തിലാണ് അത് പഠിപ്പിച്ചത്. പക്ഷേ ഭവനത്തിന് കുഷ്ഠരോഗം വരുന്നത് എപ്പോഴാണെന്ന് കൂടെ ദൈവം പഠിപ്പിച്ചു. നീ മിസ്രയീമിൽ അടിമയായിരിക്കുന്ന കാലത്തല്ല, നിന്റെ ഭവനത്തിൽ ദാരിദ്ര്യമുള്ള കാലത്തല്ല, നിന്റെ ഭവനത്തിൽ കെടുതിയുള്ള കാലത്തല്ല. നീ കനാൻ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിനക്ക് ധാരാളമായി സമ്പാദ്യങ്ങളും നിനക്ക് വരുമാനങ്ങളും പാലും തേനും ഒഴുകുന്ന നാട്ടിൽ നിനക്ക് എല്ലാ സുഖസൗകര്യങ്ങളും കിട്ടി. നീ കനാൻ നാട്ടിലെത്തിക്കഴിയുമ്പോഴാണ് നിന്റെ ഭവനത്തിന് കുഷ്ഠരോഗം വരുന്നത്. പ്രിയപ്പെട്ടവരെ, സമ്പന്ന കുടുംബങ്ങളിലാണ് കുഷ്ഠരോഗം വന്നതെന്ന് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഏതെങ്കിലും പണത്തിൻ്റെ സമ്പാദ്യത്തെക്കുറിച്ചല്ല. നീ ആത്മീയമായി വളരുന്നു, നീ ആത്മീയമായി ഉയരുന്നു, നീ കനാൻ നാടിൻ്റെ അനുഭവത്തിലേക്ക് നീ ദൈവത്തിൻ്റെ വേലക്കാരനാകുന്നു, നീ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരനാകുന്നു. പക്ഷേ ഇതെല്ലാം നിനക്കുണ്ടാകുമ്പോഴും നിന്റെ ബന്ധങ്ങൾ ശരിയാവുന്നില്ല. ഭവനത്തിൽ കുഷ്ഠരോഗം വരുന്നു. കനാൻ നാട്ടിൽ ചെല്ലുമ്പോഴാണ് കുഷ്ഠരോഗം വന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവേലക്കാർ കേൾക്കുന്നു, ഞാനും ദൈവവേല ചെയ്യുന്നു, ഞാനും എളിമയോടെ നിൽക്കുന്നു. കാരണം ദൈവമേ, ആത്മീയമായി ഞാൻ വളരും തോറും, ആത്മീയമായി ഞാൻ ഉയരും തോറും എൻ്റെ കുടുംബ ബന്ധങ്ങൾ എന്നോടൊപ്പം ശരിയാവുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിൽ എന്നോടുള്ളവരെ ഞാൻ ചേർത്ത് പിടിക്കുന്നുണ്ടോ? അവരോടുള്ള എൻ്റെ സ്നേഹം കുറഞ്ഞു വരികയാണോ കൂടി വരികയാണോ? അവരെക്കുറിച്ചുള്ളതായ എൻ്റെ മതിപ്പ് കുറഞ്ഞു വരികയാണോ കൂടി വരികയാണോ ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭവനത്തിന് കുഷ്ഠരോഗം. യാക്കോബിൻ്റെ ഭാര്യമാരുടെ കാര്യം പറയുന്നു. യാക്കോബിന് ഒരു ഭാര്യയെ ഇഷ്ടമല്ല. യാക്കോബിനൊരു ഭാര്യ ഇഷ്ടമല്ല. അവിടെ മക്കളുണ്ടായെന്നാണ് പറയുന്നതൊക്കെ. 3 വാക്യത്തിലും കാണാം അവർക്ക് മക്കൾ ജനിച്ചു. മക്കൾ ജനിച്ച കാര്യമല്ല അവിടുത്തെ പ്രാധാന്യമുള്ള വിഷയം. ആ 3 വാക്യം വായിച്ചാലും, ആ 31, 32, 33 വാക്യം വായിച്ചാലും നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. താൻ അനിഷ്ടയെന്ന് ലേയ കണ്ടു. ഭർത്താവിന് എന്നെ ഇഷ്ടമല്ല എന്ന് കണ്ടു. അപ്പോൾ ദൈവം അവളുടെ കണ്ണുനീര് കണ്ടു, ദൈവം അവളുടെ കരച്ചിൽ കണ്ടു. അവൾ കരഞ്ഞു, ദൈവം കേട്ടു. ദൈവം കണ്ടു. ഭർത്താവിന് ഇഷ്ടമല്ല എന്ന് കണ്ടപ്പോൾ ഭർത്താവ് പുറകോട്ട് തള്ളിയ ഭാര്യയെ ദൈവം മുമ്പോട്ട് ചേർത്ത് നിർത്തി. ഭർത്താവ് അവഗണിച്ച ഭാര്യയെ ദൈവം കൂടുതലായിട്ട് സ്നേഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാമാണ് ദൈവത്തിൻ്റെ വഴികളെന്ന് പറയുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ വഴി. ഭർത്താവ് അവഗണിച്ച ഭാര്യയെ ദൈവം മുമ്പിലാക്കി. ഭർത്താവ് വില കുറഞ്ഞു കണ്ടതായ ഭാര്യയെ ദൈവം മുമ്പിലാക്കി. നമ്മുടെ എല്ലാം ജീവിതത്തിലെ ചില പാഠങ്ങൾ പഠിച്ചാൽ മാത്രമേ സഹോദരങ്ങളെ കുഷ്ഠരോഗത്തിന് വ്യത്യാസം വരികയുള്ളൂ, സമാധാനത്തിന് വില വരികയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ഓർക്കൂ, ഭർത്താവിൻ്റെ അവഗണന വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം കാണുന്ന ദൈവം, ഭർത്താവിന് നിങ്ങൾ ഇഷ്ടമല്ലാതെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം നേരുള്ളതാണെങ്കിൽ ദൈവം കൂടുതലായി നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം കൂടുതലായി നിങ്ങളോട് അടുത്ത് വരുന്ന അനുഭവമായിരിക്കും ഉണ്ടായിരിക്കുക. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ
കൂടാരങ്ങളിലുണ്ട്. 118 സങ്കീർത്തനത്തിൻ്റെ 15 വാക്യമാണ്. നമുക്കൊന്ന് വായിക്കാം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. എല്ലാ വീട്ടിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? എല്ലാ വീട്ടിലും ഉണ്ടോ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം? നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ബർത്ത്ഡേ പാർട്ടികളുണ്ട്, ആനിവേഴ്സറികളുണ്ട്. എന്നാൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങളുണ്ടോ? സന്തോഷമുണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം പ്രിയപ്പെട്ടവരെ? എവിടെ നോക്കണം? എന്തു പറയാൻ സാധിക്കണം? സദൃശവാക്യം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. 15-ാം അധ്യായം എടുക്കാം. സദൃശവാക്യത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം വായിക്കാം. കണ്ണിന്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു. കണ്ണിൻ്റെ ശോഭ, നല്ല വർത്തമാനം. നമ്മുടെ എല്ലാ ഭവനങ്ങളിൽ കണ്ണിൻ്റെ ശോഭ, നല്ല വർത്തമാനം. ഏതാണ് കണ്ണിൻ്റെ ശോഭ? ഏതാണ് നല്ല വർത്തമാനം? മനുഷ്യന് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല വർത്തമാനം എന്താണ്? എനിക്കെൻ്റെ വാഗൊണ്ട് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല വർത്തമാനം എന്താണ്? ഏറ്റവും നല്ല വർത്തമാനം, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കുവാണ്ടൊക്കെവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ വെച്ച് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല വർത്തമാനം അവൻ്റെ പാപങ്ങളെ ഏറ്റുപറയുന്ന വർത്തമാനമാണ്. സ്വന്തം പാപം സ്വന്തം നാവ് കൊണ്ട് യേശുക്രിസ്തുവിനോട് ഏറ്റുപറയുന്നതാണ് ഏറ്റവും നല്ല വർത്തമാനം. അതാണ് ഏറ്റവും നല്ല വർത്തമാനം. അത് അസ്ഥികളെ തണുപ്പിക്കുന്നു. പാപം ഏറ്റുപറയുമ്പോൾ അസ്ഥികൾക്ക് തണുപ്പുണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു. ഏറ്റുപറയുക, ഭർത്താവും ഭാര്യയും കൂടെ പരസ്പരം ഏറ്റുപറയുക. ദൈവത്തോട് മാത്രമല്ല, തെറ്റുപറ്റിപ്പോയി എന്ന് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും സ്നേഹത്തോടെ പറയുക. പെരുമാറ്റത്തിൽ, ഇടപെടൽ, ഭക്ഷണമുണ്ടാക്കുന്നതിൽ തെറ്റുപറ്റിപ്പോയി. ദൈവമക്കളെ തുറന്ന് സംസാരിക്കുന്നു. തെറ്റുകൾ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ല വർത്തമാനം എന്ന് പറയുന്നത്. അവിടെ തന്നെ കാണാം കണ്ണിൻ്റെ ശോഭ. എന്താണ് കണ്ണിൻ്റെ ശോഭ എന്ന് പറയുന്നത്? ക്രൂശിലേക്ക് നോക്കാൻ കഴിയുക. ക്രൂശിലേക്ക് നോക്കുക, കാൽവരിയിലെ ക്രൂശിലേക്ക് നോക്കാൻ കഴിയുക. നിൻ്റെ കണ്ണിൻ്റെ ശോഭയുണ്ടാകുന്നപ്പോഴാണ്. മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും നല്ല കാഴ്ച ക്രൂശിലേക്ക് നോക്കുമ്പോഴാണ്. ക്രൂശിലേക്ക് നോക്കുന്ന കണ്ണാണ് ഏറ്റവും ശോഭയുള്ളത് കാണുന്നത്. അപ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടുമായി ഇസ്രായേൽ മക്കളെ പിതാവായ ദൈവം ബന്ധിപ്പിച്ചു. അതുതന്നെയാണ് നമ്മുടെയും ജീവിതത്തിലെ ഗതി മാറുന്നപ്പോഴാണ്, കുടുംബം മാറുന്നപ്പോഴാണ്, ജീവിതത്തിൻ്റെ വാട്ടം മാറ്റുന്നപ്പോഴാണ്, കുടുംബത്തിൽ സമാധാനം വരുന്നപ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പുറകോട്ട് മാറല്ലേ ദൈവമക്കളെ. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടല്ലേ. നിങ്ങൾ പരസ്പരം നല്ല വാക്കുകൾ പറയുക. ഏറ്റവും നല്ല വാക്ക് പറയുക. ഏറ്റവും നല്ല വാക്ക് പാപം ഏറ്റുപറയുന്ന വാക്കാണ് ഏറ്റവും നല്ലത്. കുറ്റം സമ്മതിക്കുന്ന വാക്കാണ് ഏറ്റവും നല്ല വർത്തമാനം. അതിനേക്കാൾ ഒരു നല്ല വർത്തമാനം ഈ ലോകത്തിലുണ്ടായിട്ടില്ല. കണ്ണിൻ്റെ ശോഭ എന്ന് പറയുന്നത്, ക്രൂശിലേക്ക് നോക്കുന്ന കണ്ണിന് സന്തോഷം കിട്ടും. നമ്മുടെ തലകൾ നമുക്ക് വണക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെവിടെയാണ് നോക്കിയിരിക്കുന്നത്? നിങ്ങൾ കുഞ്ഞാടുമായി ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ? ഇസ്രായേൽ ജനം ഒരു കുഞ്ഞാടുമായി ബന്ധമുള്ള ജനമായിട്ട് മാറി. അവരുടെ ഹൃദയം നിറയെ, അവരുടെ ചിന്ത നിറയെ ആ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് പിതാവായ ദൈവം അവരുടെ ഹൃദയത്തെ ആ തിരുരക്തത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാൽവരിയിലെ രക്തത്തിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കുക. ആ വില മനസ്സിലായാൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. നിങ്ങൾ സമാധാനപ്രിയരായിത്തീരും. നിങ്ങൾ വിശുദ്ധരായിത്തീരും. നിങ്ങൾ സന്തോഷം അനുഭവിക്കും. ദൈവത്തോട് നിരപ്പാകുക. ഒരു വിശുദ്ധ ജീവിതത്തിന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കാൽവരി ക്രൂശിലെ രക്തത്തിൽ ആശ്രയിക്കുക. നല്ല ദൈവമേ, കാരുണ്യവാനായ കർത്താവേ, നിത്യപരിശുദ്ധനായ ദൈവമേ, ഈ നല്ല നോട്ടം, നല്ല വർത്തമാനത്തിന് വേണ്ടി എൻ്റെ നാവിനെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും ഞങ്ങൾ കുടുംബത്തിൽ നിരപ്പായി ജീവിക്കും. എൻ്റെ സഹോദരനെവിടെ, അനുജനെവിടെ എന്ന് ചോദിച്ചപ്പോൾ കായേൻ വായടച്ച് നിന്നു. ഞാൻ കാവൽക്കാരനല്ല എന്ന് പറഞ്ഞു. ദൈവമേ, ഞാൻ കാവൽക്കാരനായിരിക്കും. ഞാൻ കാവൽക്കാരനായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരുടെ കാവൽക്കാരൻ ഞാനായിരിക്കും. യേശുവേ, ഞാനൊരു പുതിയ സമർപ്പണം എടുക്കുന്നു. ഞാനൊരു പുതിയ തീരുമാനമെടുക്കുന്നു.
എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ.